കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. ചീഫ് സെക്രട്ടറി പദവിയിലെത്തുന്ന അഞ്ചാമത്തെ വനിതയാണ് ശാരദാ മുരളീധരൻ. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. ചീഫ് സെക്രട്ടറി പദവിയിലെത്തുന്ന അഞ്ചാമത്തെ വനിതയാണ് ശാരദാ മുരളീധരൻ. കേരളത്തിന്റെ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സംസ്ഥാന സർക്കാരിനു കീഴിൽ നിലവിൽ വരുന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് കെ-ഷോപ്പി. കേരളത്തിന്റെ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വരുന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം കെ-ഷോപ്പി. ഏഷ്യയിലെ സമ്പന്ന ഗ്രാമമെന്ന ഖ്യാതി നേടിയത് മദാപ്പർ ഗ്രാമം, ഗുജറാത്ത്. ഏഷ്യയിലെ സമ്പന്ന ഗ്രാമമെന്ന ഖ്യാതി നേടിയത് മദാപ്പർ ഗ്രാമം, ഗുജറാത്ത്. കേരളത്തിലെ ആദ്യ റോബോട്ടിക് പാർക്ക് സ്ഥാപിക്കുന്നത് തൃശ്ശൂര്. കേരളത്തിലെ ആദ്യ റോബോട്ടിക് പാർക്ക് സ്ഥാപിക്കുന്നത് തൃശ്ശൂര്. ഇന്ത്യയിലെ ആദ്യ 3D കാത്ത് ലാബ് പ്രവർത്തനം ആരംഭിച്ചത് SP മെഡിഫോർട്ട്, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ 3D കാത്ത് ലാബ് പ്രവർത്തനം ആരംഭിച്ചത് SP മെഡിഫോർട്ട്, തിരുവനന്തപുരം. ഹൃദയത്തിലും രക്തക്കുഴലിലുമുള്ള തകരാറുകൾ കണ്ടുപിടിച്ച് ചുരുങ്ങിയ സമയത്തിൽ കുറഞ്ഞ റേഡിയേഷനിലൂടെയും കൃത്യതയോടും സംരക്ഷിതമായും ആൻജിയോപ്ലാസ്റ്റികൾ നടത്താൻ പറ്റുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇന്ത്യയിലെ ആദ്യ 3D കാത്ത് ലാബ് പ്രവർത്തനം ആരംഭിച്ചത് SP മെഡിഫോർട്ട്, തിരുവനന്തപുരം. സ്പേസ് സ്റ്റാർട്ടപ്പ് കമ്പനിയായ സ്പേസ് സോൺ ഇന്ത്യ വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ പുനരുപയോഗ ഹൈബ്രിഡ് റോക്കറ്റ് റൂമി 1. മിഷൻ റൂമി 2024 എന്ന് പേരിട്ട ദൗത്യത്തിന് നേതൃത്വം നൽകിയത് ISRO മുൻ ഡയറക്ടർ മയിൽസ്വാമി അണ്ണാദുരൈ ആണ്. സ്പേസ് സ്റ്റാർട്ടപ്പ് കമ്പനിയായ സ്പേസ് സോൺ ഇന്ത്യ വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ പുനരുപയോഗ ഹൈബ്രിഡ് റോക്കറ്റ് റൂമി 1. ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനിക പരിശീലന പരിപാടി മിത്രശക്തി. ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനിക പരിശീലന പരിപാടി മിത്രശക്തി. ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് വിജ്ഞാൻ ധാര. ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി വിജ്ഞാൻ ധാര. അവസാന 12 മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷനായി ലഭിക്കുന്ന പദ്ധതി ഏകീകൃത പെൻഷൻ പദ്ധതി UPS. 2025 ഏപ്രിൽ 1 UPS നിലവിൽ വരും. അവസാനത്തെ 12 മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷനായി ലഭിക്കുന്ന പദ്ധതി ഏകീകൃത പെൻഷൻ പദ്ധതി. ഇന്ത്യയിലെ ആദ്യ 3D പ്രിന്റഡ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ പാച്ചിൻ, ഇറ്റാനഗർ, അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യ 3D പ്രിന്റഡ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ പാച്ചിൻ, ഇറ്റാനഗർ, അരുണാചൽ പ്രദേശ്. അടുത്തിടെ പുനരാരംഭിച്ച സ്ത്രീകളും കുട്ടികളും നേരിടുന്ന അതിക്രമങ്ങൾ കണ്ടെത്തി പൊതുജന പങ്കാളിത്തത്തോടെ പ്രതിരോധ പ്രവർത്തനം ആവിഷ്കരിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതി ക്രൈം മാപ്പിംഗ്. അടുത്തിടെ പുനരാരംഭിച്ച സ്ത്രീകളും കുട്ടികളും നേരിടുന്ന അതിക്രമങ്ങൾ കണ്ടെത്തി പൊതുജന പങ്കാളിത്തത്തോടെ പ്രതിരോധ പ്രവർത്തനം ആവിഷ്കരിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതി ക്രൈം മാപ്പിംഗ്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് പല്ലി, ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് പല്ലി, ജമ്മു കാശ്മീർ. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളി വനിതാ താരങ്ങൾ സജന സജീവൻ, മാനന്തവാടി. ആശ ശോഭന, തിരുവനന്തപുരം. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളി വനിതാ താരങ്ങൾ സജന സജീവൻ, ആശ ശോഭന. ബസ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സംവിധാനത്തോടു കൂടിയ ആദ്യ ഹൈബ്രിഡ് സൗരോർജ പാർക്ക് സ്ഥാപിക്കുന്നത് ചീമേനി, കാസർഗോഡ്. പകൽ സൗരോർജ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ശേഖരിച്ച് വൈദ്യുതി ഉപയോഗം കൂടുന്ന പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി ലഭ്യത ഉറപ്പാക്കുന്ന സംവിധാനമാണ് ബസ്. ബസിന്റെ ഫുൾ ഫോം ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം. ഈ സംവിധാനത്തോടു കൂടിയ ആദ്യ ഹൈബ്രിഡ് സൗരോർജ പാർക്ക് സ്ഥാപിക്കുന്നത് ചീമേനി, കാസർഗോഡ്. ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബാലവേലയുള്ള സംസ്ഥാനം തെലങ്കാന.
ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബാലവേലയുള്ള സംസ്ഥാനം തെലങ്കാന. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ പുതിയ ഗോൾ കീപ്പർ ആകുന്നത് കൃഷൻ പഥക്. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ പുതിയ ഗോൾ കീപ്പർ ആകുന്നത് കൃഷൻ പഥക്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ബി ശ്രീനിവാസ്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSGയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ബി ശ്രീനിവാസ്. CISF ഡയറക്ടർ ജനറലായി നിയമിതനായത് രജവിന്ദർ സിംഗ് ഭട്ടി. CISF ഡയറക്ടർ ജനറലായി നിയമിതനായത് രജവിന്ദർ സിംഗ് ഭട്ടി. BSF ഡയറക്ടർ ജനറലായി നിയമിതനായത് ദൽജിത് സിംഗ് ചൗധരി. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഡയറക്ടർ ജനറലായി നിയമിതനായത് ദൽജിത് സിംഗ് ചൗധരി. അപ്പം നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ബി ശ്രീനിവാസ്. റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി നിയമിതനായത് സതീഷ് കുമാർ. റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി നിയമിതനായത് സതീഷ് കുമാർ. കേന്ദ്ര സർക്കാർ വ്യവസായ നഗര പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ച കേരളത്തിലെ ജില്ല പാലക്കാട്. കേന്ദ്ര സർക്കാർ വ്യവസായ നഗര പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കേരളത്തിലെ ജില്ല പാലക്കാട്. 2024 കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനി INS അരിഖാത്ത്. 2024 കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനി INS അരിഖാത്ത്. ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കു നേരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതും നിരീക്ഷിക്കുന്നതിനുമുള്ള കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം ഷീബോക്സ്. ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതും നിരീക്ഷിക്കുന്നതിനുമുള്ള കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം ഷീബോക്സ്. 2024 ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ വേദി ഇസ്ലാമാബാദ്. 2024 ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ വേദി ഇസ്ലാമാബാദ്. ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിക്കുന്ന UK-യിലെ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടൺ. ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിക്കുന്ന UK-യിലെ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടൺ. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയായി ചുമതലയേറ്റത് TV സോമനാഥൻ. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയായി ചുമതലയേറ്റത് TV സോമനാഥൻ. രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതി വാധ്വാൻ പദ്ധതി മഹാരാഷ്ട്ര. രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതി വാധ്വാൻ മഹാരാഷ്ട്ര. അടുത്തിടെ ഗുജറാത്തിൽ നാശം വിതച്ച അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് അസ്ന. അടുത്തിടെ ഗുജറാത്തിൽ നാശം വിതച്ച അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് അസ്ന. ഇതിന് പേര് നൽകിയത് പാകിസ്ഥാൻ. ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് കരിയർ കോച്ചിനെ അവതരിപ്പിച്ചത് ടെക്നോ പാർക്ക്. കരിയർ മാനേജ്മെന്റ് സ്ഥാപനമായ ലൈഫോളജി ആണ് ലയ AI എന്ന ഹ്യൂമനോയിഡ് റോബോട്ട് കരിയർ കോച്ചിനെ അവതരിപ്പിച്ചത്. ഇപ്പൊ ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് കരിയർ കോച്ചിനെ അവതരിപ്പിച്ചത് ടെക്നോ പാർക്ക്. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ പുറത്തിറക്കിയത് ബംഗളൂരു. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ പുറത്തിറക്കിയത് ബംഗളൂരു. മത്സ്യത്തൊഴിലാളികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെ ഫിഷറീസ് വകുപ്പ് സജ്ജമാക്കിയ ആപ്പ് ഫിംസ്. മത്സ്യത്തൊഴിലാളികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെ ഫിഷറീസ് വകുപ്പ് സജ്ജമാക്കിയ ആപ്പാണ് ഫിംസ്. ഫിഷറീസ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് ഫിംസിന്റെ ഫുൾ ഫോം. മത്സ്യത്തൊഴിലാളികളുടെ വിവരങ്ങൾ ആപ്പിലൂടെ ലഭ്യമാക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറുകയാണ് കേരളം. ഇപ്പൊ മത്സ്യത്തൊഴിലാളികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെ ഫിഷറീസ് വകുപ്പ് സജ്ജമാക്കിയ ആപ്പ് ഫിംസ്. ടീസ്റ്റ നദീജല കരാറിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ ഇന്ത്യ, ബംഗ്ലാദേശ്. ടീസ്റ്റ നദീജല കരാറിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ ഇന്ത്യ, ബംഗ്ലാദേശ്. മാനഭംഗത്തിന് ഇരയാവുന്ന സ്ത്രീ കൊല്ലപ്പെടുകയോ കോമയിലാവുകയോ ചെയ്താൽ പ്രതിക്ക് വധശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന നിയമം 2024 സെപ്റ്റംബറിൽ പാസാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ.
അപരാജിത വിമൻ ആൻഡ് ചൈൽഡ് വെസ്റ്റ് ബംഗാൾ ക്രിമിനൽ ലോസ് ആൻഡ് അമെൻമെന്റ് ബിൽ 2024 എന്നാണ് ബില്ലിന്റെ പേര്. അപ്പം മാനഭംഗത്തിന് ഇരയാവുന്ന സ്ത്രീ കൊല്ലപ്പെടുകയോ കോമയിലാവുകയോ ചെയ്താൽ പ്രതിക്ക് വധശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന നിയമം 2024 സെപ്റ്റംബറിൽ പാസാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDOയുടെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ഡോക്ടർ കെ രാജലക്ഷ്മി മേനോൻ. എയ്റോ ക്ലസ്റ്റർ വിഭാഗത്തിലാണ് രാജലക്ഷ്മി മേനോൻ നിയമിതനായത്. പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDOയുടെ ഡയറക്ടർ ജനറലായി എയ്റോ ക്ലസ്റ്റർ വിഭാഗത്തിലെ ചുമതലയേറ്റത് ഡോക്ടർ കെ രാജലക്ഷ്മി മേനോൻ. കൂറുമാറി പുതിയ പാർട്ടിയിൽ ചേരുന്ന MLA-മാരുടെ പെൻഷൻ തടയാനുള്ള ബിൽ പാസാക്കിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. കൂറുമാറി പുതിയ പാർട്ടിയിൽ ചേരുന്ന MLA-മാരുടെ പെൻഷൻ തടയാനുള്ള ബിൽ പാസാക്കിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. രാജ്യത്തെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന നേട്ടം കൈവരിച്ചത് കേരളം. 2ാം സ്ഥാനം ആന്ധ്രാപ്രദേശ്, 3ാം സ്ഥാനം ഗുജറാത്ത്. രാജ്യത്തെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന നേട്ടം കൈവരിച്ചത് കേരളം. 2ാം സ്ഥാനം ആന്ധ്രാപ്രദേശ്, 3ാം സ്ഥാനം ഗുജറാത്ത്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപകയാണ് അരുണ വാസുദേവ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപക അരുണ വാസുദേവ്. ഇന്ത്യയിലെ ആദ്യത്തെ സിലിക്കൺ കാർബൈഡ് നിർമ്മിത സംവിധാന പദ്ധതിക്ക് തറക്കല്ലിട്ട സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിലെ ആദ്യത്തെ സിലിക്കൺ കാർബൈഡ് നിർമ്മിത സംവിധാന പദ്ധതിക്ക് തറക്കല്ലിട്ട സംസ്ഥാനം ഒഡീഷ. 147 വർഷത്തെ ടെസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായി 7 സെഞ്ചുറികൾ 7 വ്യത്യസ്ത എതിരാളികൾക്കെതിരെ നേടിയ ആദ്യ താരം ഒലി പോപ്പ്, ഇംഗ്ലണ്ട്. ഇപ്പൊ 147 വർഷത്തെ ടെസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായി 7 സെഞ്ചുറികൾ 7 വ്യത്യസ്ത എതിരാളികൾക്കെതിരെ നേടിയ ആദ്യ താരമാണ് ഒലി പോപ്പ്. സംസ്ഥാന സർക്കാരിന്റെ ആദ്യ വർക്ക് നിയർ ഹോം കമ്മ്യൂൺ സ്ഥാപിതമാകുന്നത് കൊട്ടാരക്കരയിലാണ്. സംസ്ഥാന സർക്കാരിന്റെ ആദ്യ വർക്ക് നിയർ ഹോം കമ്മ്യൂൺ സ്ഥാപിതമാകുന്നത് കൊട്ടാരക്കര. ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ രൺധീർ സിംഗ്. ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രൺധീർ സിംഗ്. വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 പ്രകാരം ലോകത്ത് വായു മലിനീകരണം ഏറ്റവും രൂക്ഷമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത് ബംഗ്ലാദേശ്. വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 പ്രകാരം ലോകത്ത് വായു മലിനീകരണം ഏറ്റവും രൂക്ഷമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത് ബംഗ്ലാദേശ്. ഇന്ത്യയുടെ സ്ഥാനം 3ാമതാണ്. US ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് യാനിക് സിനർ, ഇറ്റലി. US ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് യാനിക് സിനർ, ഇറ്റലി. ഫൈനലിൽ US-ന്റെ ടൈലർ ഫ്രിറ്റ്സിനെ പരാജയപ്പെടുത്തി. US ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് യാനിക് സിനർ, ഇറ്റലി. 2024 പാരാളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 18. ആകെ മെഡലുകളുടെ എണ്ണം 28. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മെഡൽ നേട്ടമാണ് 2024 പാരാളിമ്പിക്സിൽ കാഴ്ചവെച്ചത്. 94 സ്വർണമടക്കം 220 മെഡലുമായി ചൈന 1ാം സ്ഥാനം നിലനിർത്തി. ഇപ്പൊ 2024 പാരാളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 18, 1ാം സ്ഥാനം ചൈനയാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 2024 NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരത്തിന് അർഹനായത് PN ഗോപികൃഷ്ണൻ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 2024 NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരത്തിന് അർഹനായത് PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണൻ. 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയുടെ വേദി ചൈന. 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയുടെ വേദി ചൈന. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി ത്രിതല പഞ്ചായത്തിലെ വാർഡുകളുടെ വർധനവ് ഏറ്റവും കൂടിയ ജില്ല മലപ്പുറം.
തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി ത്രിതല പഞ്ചായത്തിലെ വാർഡുകളുടെ വർധനവ് ഏറ്റവും കൂടിയ ജില്ല മലപ്പുറം, ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്. 2024 രമൺ മാഗ്സസെ പുരസ്കാര ജേതാവ് ഹയോ മിയാസാക്കി. 2024 രമൺ മാഗ്സസെ പുരസ്കാര ജേതാവ് ഹയോ മിയാസാക്കി. നിലവിൽ അർബുദ മരുന്നുകളുടെ GST നിരക്ക് 5%. നിലവിൽ അർബുദ മരുന്നുകളുടെ GST നിരക്ക് 5%. ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ജിൻസൺ ആൻഡോ ചാൾസ്, പാല സ്വദേശിയാണ്. ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ജിൻസൺ ആൻഡോ ചാൾസ്. ഇന്ത്യ-US സംയുക്ത സൈനികാഭ്യാസമായ യുദ്ധ് അഭ്യാസ് 2024 20ാം പതിപ്പിന് വേദിയായത് രാജസ്ഥാൻ. ഇന്ത്യ-US സംയുക്ത സൈനികാഭ്യാസമായ യുദ്ധ് അഭ്യാസ് 2024 20ാം പതിപ്പിന് വേദിയായത് രാജസ്ഥാൻ. ചൈനയിൽ കണ്ടെത്തിയ HMPV വൈറസ് ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെ? ബാംഗ്ലൂര്. ചൈനയിൽ കണ്ടെത്തിയ HMPV വൈറസ് ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെ? ബാംഗ്ലൂര്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. താങ്ക് യു.